1998 ലോകകപ്പ് ഫൈനലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. ഫ്രാൻസിലെ ഒരു ഹോട്ടൽ മുറിക്കുള്ളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരൻ നിലത്ത് കിടന്ന് വിറക്കുകയായിരുന്നു. ബ്രസീലിന്റെ പ്രതീക്ഷ റൊണാൾഡോ. ചിലർ പറയുന്നു അവന്റെ വായിൽ നിന്ന് നുര വന്നിരുന്നു. ചിലർ പറയുന്നു അവൻ ബോധം നഷ്ടപ്പെട്ടു. ടീംമേറ്റ്സ് പാനിക്കായി. ഡോക്ടേഴ്സ് ഓടിയെത്തി. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ബ്രസീൽ ലൈനപ്പ് പുറത്തുവന്നു. അതിൽ റൊണാൾഡോയുടെ പേരില്ലായിരുന്നു. പക്ഷെ പിന്നെ അപ്രതീക്ഷിതമായി എല്ലാം മാറി. റൊണാൾഡോ വീണ്ടും സ്റ്റാർട്ടിംഗ് 11ലേക്ക് തിരിച്ചെത്തി. ലോകകപ്പ് ഫൈനൽ തുടങ്ങി. എന്നാൽ ലോകം കണ്ടത് പഴയ റൊണാൾഡോ ആയിരുന്നില്ല. ബ്രസീൽ 3-0 തോറ്റു. ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇന്നും ഫുട്ബോൾ ലോകത്തിനറിയില്ല. പക്ഷെ അത് ഒരു മിസ്റ്ററിയുടെ തുടക്കം മാത്രമായിരുന്നു. കാരണം അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ലോകം കണ്ടത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാജഡിയും ഏറ്റവും വലിയ കംബാക്കുമായിരുന്നു. 1976 ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് റൊണാൾഡോ ലൂയിസ് നസാരിയോ ഡി ലിമ ജനിച്ചത്. പണമില്ലാത്തൊരു സാധാരണ കുടുംബം. ഫുട്ബോൾ അവനു എന്റർടൈൻമെന്റ് അല്ലായിരുന്നു. ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴിയായിരുന്നു അത്. റിയോയുടെ തെരുവുകളിൽ മഴയിലും പൊടിയിലും ചെരിപ്പില്ലാതെ പോലും അവൻ ഫുട്ബോൾ കളിച്ചു. പക്ഷെ ചെറുപ്പത്തിൽ തന്നെ ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കി: ഈ കുട്ടി സാധാരണമല്ല. ഡിഫൻഡേഴ്സിന്റെ മറികടക്കുന്നത് മാത്രമല്ല, അവരെ തകർക്കുകയായിരുന്നു അവൻ. അൺബിലീവബിൾ സ്പീഡ്, അൺറിയൽ ഡ്രിബ്ലിംഗ്, ഫ്രൈറ്റനിംഗ് പവർ. ഫുട്ബോൾ അവന്റെ കാൽക്കൽ മറ്റൊരു രീതിയിൽ ജീവിക്കുന്നതുപോലെ തോന്നി. ബ്രസീലിലെ ക്രുസേറോയിൽ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ച റൊണാൾഡോയെ യൂറോപ്പ് വളരെ വേഗം ശ്രദ്ധിച്ചു. 1994 അവൻ PSV ഐൻഡ്ഹോവനിലേക്ക് പോയി. അവിടെ ഡിഫൻഡേഴ്സ് ആദ്യമായി ഒരു നൈറ്റ്മെയർ കണ്ടു. കാരണം റൊണാൾഡോയെ സ്റ്റോപ്പ് ചെയ്യുന്നത് അസാധ്യമായി തോന്നി. വിംഗറിന്റെ സ്പീഡ്, സ്ട്രൈക്കറിന്റെ ഫിനിഷിംഗ്, പ്ലേ മേക്കറിന്റെ ക്രിയേറ്റിവിറ്റി എല്ലാം ഒരേ മനുഷ്യനിൽ. പിന്നീട് ബാർസലോണ. അവിടെയാണ് ലോകം യഥാർത്ഥത്തിൽ പേടിച്ചത്. 1996-97 സീസണിൽ മാത്രം 49 മത്സരങ്ങളിൽ 47 ഗോൾസ്. ഓരോ മാച്ചിലും ഡിഫൻഡേഴ്സ് ഹെൽപ്ലെസ്സായി. ചിലർ ഫൗൾ ചെയ്തു നിർത്താൻ ശ്രമിച്ചു, ചിലർ പിന്നോട്ടോടി. കാരണം ഫുൾ സ്പീഡിൽ ഓടിവരുന്ന റൊണാൾഡോ മനുഷ്യനെപ്പോലെയായിരുന്നില്ല. 1997 ഇന്റർ മിലാൻ റൊണാൾഡോയെ ലോക റെക്കോർഡ് ട്രാൻസ്ഫർ ഫീക്ക് സ്വന്തമാക്കി. അന്നത്തെ സീരിയ ലോകത്തിലെ ഏറ്റവും ബ്രൂട്ടൽ ലീഗായിരുന്നു. ഡിഫൻഡേഴ്സ് റൂത്ത്ലെസ് ആയിരുന്നു. ഗോൾസ് നേടുന്നതുപോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ റൊണാൾഡോ അവിടെയും ഡോമിനേഷൻ തുടർന്നു. ഇറ്റലി അവനൊരു പേര് നൽകി: ഇൽ ഫെനോമെനോ, ദ ഫെനോമെനോൻ. 21-ാം വയസ്സിൽ ബലോൺ ഡോർ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി അവൻ മാറി. ലോകം മുഴുവൻ ഒരേ കാര്യമാണ് പറഞ്ഞത്: ഇവനെ ആരും നിർത്തില്ല. 1998 ലോകകപ്പിൽ റൊണാൾഡോ അൺസ്റ്റോപ്പബിളായിരുന്നു. ബ്രസീൽ ഫൈനലിലെത്തി. ഫ്രാൻസിനെതിരെ ലോകകപ്പ് ഫൈനൽ. പക്ഷേ ഫൈനലിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് എല്ലാം മാറി. റിപ്പോർട്ട്സ് പ്രകാരം റൊണാൾഡോയ്ക്ക് ഒരു കൺവൾസീവ് സീഷർ സംഭവിച്ചു. ടീംമേറ്റ്സ് അവനെ നിലത്ത് വിറയ്ക്കുന്നത് കണ്ടു. റോബർട്ടോ കാർലോസ് പിന്നീട് പറഞ്ഞിരുന്നു, ആ കാഴ്ച ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകില്ലെന്ന്. ആദ്യം പുറത്തുവന്ന ബ്രസീൽ ലൈനപ്പിൽ റൊണാൾഡോ പേരില്ലായിരുന്നു. എഡ്മുണ്ടോവിന്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അപ്രതീക്ഷിതമായി റൊണാൾഡോ വീണ്ടും ലൈനപ്പിലേക്ക് തിരിച്ചെത്തി. ഇന്നും ഫുട്ബോൾ ലോകത്തിനറിയില്ല ആ രാത്രി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. സ്ട്രെസ് ആണോ, മെഡിക്കേഷൻ റിയാക്ഷനാണോ, സൈക്കോളജിക്കൽ പ്രഷറാണോ? മിസ്റ്ററി ഇന്നും തുടരുന്നു. പക്ഷേ ഒരു കാര്യം വ്യക്തമായിരുന്നു: ആ ഫൈനലിൽ കളിച്ച റൊണാൾഡോ പഴയ റൊണാൾഡോ ആയിരുന്നില്ല. ബ്രസീൽ 3-0 തോറ്റു. ലോകം ഷോക്കിലായി. എന്നാൽ റൊണാൾഡോയുടെ നൈറ്റ്മെയർ അപ്പോൾ മാത്രമാണ് തുടങ്ങിയത്. 1999 റൊണാൾഡോയുടെ മുട്ട് ആദ്യമായി തകർന്നു. മാസങ്ങളോളം റിക്കവറി. പിന്നീട് 2000 കംബാക്ക്. ലാജിയോക്കെതിരെ ഇന്റർ മിലാനായി മൈതാനത്തിറങ്ങിയപ്പോൾ
ലോകം മുഴുവൻ അവനെ നോക്കുകയായിരുന്നു. പക്ഷെ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം റൊണാൾഡോ നിലത്ത് വീണു, സ്ക്രീമിംഗ് ഇൻ പെയിൻ. അവന്റെ നീ ക്യാപ് ടെൻഡൻ പൂർണ്ണമായി റപ്ചറായി. സ്റ്റേഡിയം സൈലന്റായി. ചില പ്ലേയേഴ്സ് മുഖം തിരിച്ചു, ചിലർ കരഞ്ഞു. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഹോറിഫയിങ് ഇഞ്ചുറീസിൽ ഒന്നായിരുന്നു അത്. ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് സ്ട്രൈക്കർ നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന മനുഷ്യനായി മാറി. 2002 ഫിഫ വേൾഡ് കപ്പ്. റൊണാൾഡോ വീണ്ടും ബ്രസീൽ സ്ക്വാഡിലെത്തി. പക്ഷേ ക്വസ്റ്റ്യൻസ് അവസാനിച്ചിരുന്നില്ല. അവൻ പഴയ പോലെയാണോ? അവന്റെ നീസ് സർവൈവ് ചെയ്യുമോ? ആരും ഉറപ്പില്ലായിരുന്നു. എന്നാൽ ടൂർണമെന്റ് ആരംഭിച്ചു. പിന്നെ ലോകം വീണ്ടും പേടിച്ചു തുടങ്ങി. ടർക്കിക്കെതിരെ ഗോൾ, ചൈനക്കെതിരെ ഗോൾ, കോസ്റ്റാറിക്കക്കെതിരെ ഗോൾ, ബെൽജിയംക്കെതിരെ ഗോൾ. പിന്നെ ഫൈനൽ ജർമ്മനി. റൊണാൾഡോ 2 ഗോൾ അടിച്ചു. ബ്രസീൽ ലോകകപ്പ് നേടി. 8 ഗോൾസോടെ റൊണാൾഡോ ഗോൾഡൻ ബൂട്ട് നേടി. ഒരിക്കൽ കരിയർ ഓവർ എന്ന് പറഞ്ഞ മനുഷ്യൻ വീണ്ടും ലോകത്തിന്റെ മുകളിലെത്തി. പിന്നീട് റൊണാൾഡോ പറഞ്ഞിരുന്നു, 1998 പോലെ എന്തെങ്കിലും വീണ്ടും സംഭവിക്കുമോ എന്ന് പേടിച്ച് 2002 ഫൈനലിന്റെ മുൻപ് ഉറങ്ങാൻ പോലും ഭയപ്പെട്ടിരുന്നെന്ന്. അതാണ് ഈ കംബാക്കിന്റെ യഥാർത്ഥ വെയിറ്റ്. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വാട്ട് ഇഫ് ഇന്നും റൊണാൾഡോയാണ്. ഇഞ്ചറീസ് അവന്റെ കരിയർ തകർത്തില്ലെങ്കിൽ അവൻ എത്ര ഡേഞ്ചറസ് ആയനെ. പല ഡിഫൻഡേഴ്സും പിന്നീട് പറഞ്ഞു, ഞങ്ങൾ നേരിട്ട ഏറ്റവും കംപ്ലീറ്റ് സ്ട്രൈക്കർ റൊണാൾഡോ ആയിരുന്നു. കാരണം പ്രീ ഇഞ്ചുറി റൊണാൾഡോ മനുഷ്യനെപ്പോലെ തോന്നിയിരുന്നില്ല. സ്പീഡ്, സ്ട്രെങ്ത്, ടെക്നിക്, ഫിനിഷിംഗ്, പെർഫെക്ഷൻ നോട്ട് ഏറ്റവും അടുത്ത ഫുട്ബോളർ. 2002 ലോകകപ്പിന് ശേഷം റൊണാൾഡോ വീണ്ടും ലോക ഫുട്ബോളിന്റെ മുകളിലെത്തി. റിയൽ മാഡ്രിഡിന്റെ ഗാലക്റ്റിക്കോസ് ഏറയിൽ അവൻ വീണ്ടും ഗോൾസ് അടിച്ചു. പക്ഷെ ഒരു സത്യം ഇനി മറക്കാനായില്ല. അവന്റെ ശരീരം പഴയതുപോലെയില്ലായിരുന്നു. ഇഞ്ചുറീസ് വർഷങ്ങളായി അവനെ സ്ലോലി ഡിസ്ട്രോയ് ചെയ്തിരുന്നു. പഴയ ആക്സിലറേഷനില്ല, പഴയ എക്സ്പ്ലോസീവ്നെസ് ഇല്ല. പക്ഷേ ഇൻസ്റ്റിങ്ക്റ്റ് ഇപ്പോഴുമുണ്ടായിരുന്നു. പിന്നീടവൻ AC മിലാനിലേക്ക് പോയി. പക്ഷെ ഇഞ്ചുറീസ് വീണ്ടും തിരിച്ചുവന്നു. ഒടുവിൽ യൂറോപ്പിലെ ചാപ്റ്റർ അവസാനിച്ചു. 2009 റൊണാൾഡോ ബ്രസീലിലേക്ക് മടങ്ങി, കൊരിന്ത്യൻസായി കളിക്കാൻ. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിൽ കളിച്ച മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. അവിടെ പോലും ഫാൻസ് അവനെ ദൈവത്തെപ്പോലെ സ്വീകരിച്ചു. കാരണം അവർക്കറിയാമായിരുന്നു, അവർ കാണുന്നത് ഒരു പ്ലെയറല്ലല്ല, ഒരു ജനറേഷനിന്റെ ഓർമ്മയാണ്. 2011 റൊണാൾഡോ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു. കാരണം അവന്റെ ശരീരം ഇനി ഫുട്ബോൾ സഹിക്കാനായില്ല. റിട്ടയർമെന്റ് സ്പീച്ചിൽ അവൻ പറഞ്ഞ ഒരു ലൈൻ ഇന്നും ഫാൻസ് മറന്നിട്ടില്ല. എന്റെ തല മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എന്റെ ശരീരം ഇനി കഴിയില്ല. ചില കളിക്കാർ ട്രോഫീസ് കൊണ്ട് ഓർമ്മിക്കപ്പെടും, ചിലർ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട്. പക്ഷേ റൊണാൾഡോ ഒരു ഫീലിംഗ് ആയി മാറി. ഫുട്ബോളിനെ സ്നേഹിച്ചൊരു തലമുറയ്ക്ക് അവൻ പെർഫെക്ഷനിന്റെ ഏറ്റവും അടുത്ത രൂപമായിരുന്നു. ഇഞ്ചുറീസ് അവന്റെ ശരീരം തകർത്തു, പക്ഷേ ദ ഫെനോമിനൻ എന്ന ഓർമ്മ ഫുട്ബോൾ ലോകത്തിന് ഒരിക്കലും മറക്കാനാവില്ല. റൊണാൾഡോ നസാരിയോ, ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വാട്ട് ഇഫ്. പക്ഷേ ഇഞ്ചുറീസ് അവന്റെ കരിയർ കുറച്ചെങ്കിലും. ലോകം കണ്ട ഏറ്റവും ഡേഞ്ചറസ് സ്ട്രൈക്കർ ആയിരുന്നുവെന്ന സത്യം ആരും മാറ്റാനാവില്ല. നിങ്ങളുടേതെന്താണ് അഭിപ്രായം? പ്രീ ഇഞ്ചുറി റൊണാൾഡോ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും കംപ്ലീറ്റ് പ്ലെയർ ആയിരുന്നോ? കമന്റ്സിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വോൾട്രിക്സ് ഡോഗ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത്തരത്തിലുള്ള ഫുട്ബോൾ ഡോക്യുമെന്ററീസ്, ട്രൂ സ്റ്റോറീസ്, മിസ്റ്ററീസ്, അൺസീൻ ഹിസ്റ്ററീസ് എന്നിവയ്ക്കായി വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.